ഹായ് ഓൾ, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ അമ്പാടിയുടെ അനിയൻ്റെ ചോറൂണാണ്. അതിന് ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുളിപ്പിച്ച് രണ്ടുപേരെയും, അമ്പാടിയുടെ പിറന്നാളും കൂടിയാട്ടോ ഇന്ന്. അപ്പോൾ അങ്ങനെ കുഞ്ഞുവാവയ്ക്കും ആ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടത്തിയിരിക്കുന്നതാണ്. അങ്ങനെ ഏട്ടനും അനിയൻ്റെയും നല്ല ഫോട്ടോസൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഞങ്ങൾ നേരെ പോയത് മുത്തപ്പൻ്റെ അടുത്തേക്കാണ്. പറശ്ശിനി മുത്തപ്പൻ്റെ അടുത്ത് ചോറൂണിന് വേണ്ടി വന്നിട്ടാണ് ഉള്ളത്. അങ്ങനെ അച്ഛനും മക്കളൊക്കെ ആയിട്ട് ഞാനൊരു സെൽഫി എടുത്തു. ഞങ്ങൾ രാവിലെ ഒരു 8:30 അമ്പലത്തിലെത്തിയെങ്കിലും നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും തിരക്ക് തന്നെയായിരുന്നു. എന്നാലും ഞങ്ങൾ ചെല്ലുമ്പോൾ അതിലേറെ തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ മുത്തപ്പൻ്റെ അടുത്തേക്ക് മുന്നിലേക്ക് പോയി തൊഴാനൊന്നും പറ്റിയില്ല. ചോറ് കൊടുത്തിട്ട് തൊഴാമെന്ന് കരുതിയതാ. ഒരു 10:30 ചോറുണ്ണാനുള്ള ഒരു ടോക്കൺ നമ്മുടെ വിളിച്ചത്. അങ്ങനെ അച്ഛനും മോനും ഇതാ ചോറുണ്ണാൻ വേണ്ടിയിട്ട് നമ്പൂതിരി പായസമെല്ലാം വിളമ്പിയിട്ട് അവന് ചോറ് കൊടുക്കുന്നുണ്ട്. ആദ്യം ചന്ദനമൊക്കെ തൊട്ട് കൊടുത്തിട്ട് അവൻ നല്ല മിടുക്കനായിട്ട് അച്ഛൻ്റെ മടിയിൽ ഇരുന്ന് ചോറൊക്കെ ഉണ്ടു. ബാക്കിയുള്ള പായസം നമുക്ക് ഇലയിൽ തരുന്നത് നമുക്കൊരു ഹോളിൽ കൊണ്ടുപോയിട്ട് കുഞ്ഞുവാവയ്ക്ക് തൊട്ട് കൊടുക്കാം. അങ്ങനെ അമ്പാടി വാവയുടെ വായിൽ തൊട്ട് വെച്ച് കൊടുക്കുകയാണ്. അവന് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ പായസം രണ്ടുപേരും ഏട്ടനും അനിയനും കൂടി കഴിച്ചതിന് ശേഷം ഞങ്ങൾ തൊഴാൻ വേണ്ടിയിട്ട് മുത്തപ്പൻ്റെ അടുത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇതാ ആദ്യം പുഴയിൽ ചെന്ന് കാല് കഴുകുകയാണ്. ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല തിരക്കായിരുന്നു. സ്കൂൾ തുറക്കലും കൂടി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ തിരക്കുണ്ടായിരുന്നു നല്ലയിടത്ത്. അങ്ങനെ തൊഴുത് പുറത്തു നിന്ന് തൊഴാനേ പറ്റിയുള്ളൂ. തൊഴുതിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങി. തിരിച്ചിറങ്ങിയിട്ട് ഇതാ പിന്നെ ഇഷ്ടംപോലെ ചന്തകളൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് അമ്പാടിക്ക് കളിപ്പാട്ടമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് അവൻ അതിനെക്കൊണ്ടൊരു ഗണ്ണാട്ടോ, ബബിൾ ഗണ്ണാണ് വാങ്ങിയിരുന്നത്. അതിനെക്കൊണ്ട് കളിച്ചു. അമ്പാടിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അച്ഛൻ്റെ കയ്യിൽ അവൻ്റെ ആപ്പനും ആൻറ്റിയും കൂടി കൊടുത്തു വിട്ടതാട്ടോ. ഒരു ബോക്സിൽ കുറേ ചോക്ലേറ്റ്സ്, അതാ ഒരു കാർഡിൽ ഹാപ്പി ബർത്ത്ഡേ അമ്പാടി, ലവ് ഫ്രം ആപ്പൻ ആൻറ്റി എന്നൊക്കെ എഴുതിയിട്ട് അവന് വേണ്ടിയിട്ട് കൊടുത്തു വിട്ടതാണ്. താങ്ക് യു ആപ്പ ആൻറ്റി. ഇതാ കുറേ ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അവനും ഭയങ്കര സന്തോഷമായി. ഞാനത് ബോക്സ് പൊളിക്കുമ്പോഴത്തേക്കും അവൻ അതിൽ നിന്ന് ഇടയ്ക്കുന്നൊരു ചോക്ലേറ്റ് എടുത്ത് കഴിക്കാൻ തുടങ്ങി. ഇത് ഞാൻ ഇന്നലെ രാത്രിയെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ വീഡിയോ. അവനത് കിട്ടിയ പാടെ ഓപ്പണാക്കി ചോക്ലേറ്റൊക്കെ എടുത്തു. പിന്നെ ഇത് രാവിലെ ഞങ്ങൾ വാങ്ങിക്കൊടുത്തൊരു ഗിഫ്റ്റാട്ടോ. ഒരു ചെറിയ ഒരു കൈ ചെയിനാണ് വെള്ളിയുടെ. അങ്ങനെ അവനൊരു കൈ ചെയിൻ ഉണ്ടായിരുന്നു. അത് പൊട്ടിയത് മാറ്റിയിട്ട് അച്ഛനും ഞാനും കൂടി വാങ്ങിയതാണ് അവന് വേണ്ടിയിട്ട്. അങ്ങനെ അവന് കൈ ചെയിൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പേ തന്നെ ഇട്ട് കൊടുത്തിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നിട്ട് കേക്ക് വാങ്ങി വെച്ചിരുന്നു. ആ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലൊരു സെലിബ്രേഷനൊന്നുമില്ല. എന്നാലും അച്ഛൻ ഇതൊക്കെ ഫ്ലക്സൊക്കെ അടിച്ചിട്ട് അവൻ്റെ ബർത്ത്ഡേക്ക് ഒട്ടിച്ചിരുന്നു. അങ്ങനെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അമ്പാടി കേക്കൊക്കെ കട്ട് ചെയ്തു. ഒറ്റയ്ക്ക് തന്നെ അവൻ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് തന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുകയും കഴിക്കുകയൊക്കെ ചെയ്തു. കേക്ക് മുറിച്ചതോടെ പിറന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞതാണ്. അപ്പോഴാണ് സന്ധ്യയാകുമ്പോൾ അമ്പാടിയുടെ ആപ്പന്മാരും ആൻറ്റിയും ഒക്കെ വന്നത്. പിന്നെ ഏട്ടൻ വേഗം തന്നെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ഏട്ടൻ തന്നെ ബിരിയാണിയൊക്കെ വെച്ചു. ബിരിയാണിയല്ല, ഇറച്ചിച്ചോറും പായസവും, സേമിയ പായസവും ഉണ്ടാക്കി. അങ്ങനെ എന്തായാലും അമ്പാടിയുടെ പിറന്നാൾ ആഘോഷവും കുഞ്ഞിച്ചക്കൻ്റെ ചോറൂണൊക്കെ അടിപൊളിയായി. എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.